ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്കും ഒമാനും ഇടയിൽ കൂടുതൽ ഇക്കോണമി വിമാനങ്ങൾ വന്നതോടെ വിമാന റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഇടിഞ്ഞു. കൂടുതൽ സീറ്റ് കപ്പാസിറ്റിയുള്ള ഇക്കോണമി ഫ്ലൈറ്റുകൾ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്കും ഷെഡ്യൂൾ ചെയ്തതോടെയാണ് നിരക്കിൽ ഇളവുണ്ടായത്. ഇതുവരെ 2 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് മസ്കറ്റിൽ നിന്നും 162 അല്ലെങ്കിൽ 183 സീറ്റുകളുള്ള ഡ്യുവൽ ക്ലാസ് കോൺഫിഗറേഷനുള്ള ബോയിങ് 737 വിമാനങ്ങളാണ് സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ഈ റൂട്ടുകളിൽ ഡിമാൻഡ് കൂടിയതോടെ ഒമാൻ എയർ കോഴിക്കോട്ടേക്കും ലക്നൌവിലേക്കും 189 സീറ്റുകളുള്ള ഓൾ ഇക്കോണമി ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ സർവീസ് ആരംഭിക്കുകയായിരുന്നു. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കും ലക്നൌവിലേക്കുമുള്ള വിമാനങ്ങളിലെ തിരക്ക് 80 മുതൽ 90% വരെ കൂടുതലായിട്ടുണ്ട്. എയർലൈനിന്റെ സബ് ഫ്ലീറ്റ് ഒമാൻ എയർ കണക്റ്റിന്റെ ഭാഗമായ ഓൾ ഇക്കോണമി വിമാനങ്ങൾ സർവീസ് നടത്തുന്ന പ്രധാന നഗരങ്ങളിൽ ഇന്ത്യൻ നഗരങ്ങളായ കോഴിക്കോടും ലക്നൌവും ഉൾപ്പെടുകയായിരുന്നു. കൂടുതൽ സർവീസുകൾ ഉള്ളതിനാൽ കുറഞ്ഞ നിരക്കിൽ യാത്രക്കാരെ ആകർഷിക്കാനാണ് വിമാന കമ്പനികൾ ശ്രമിക്കുന്നത്. അതേസമയം അവധിക്കാല യാത്രകൾ കഴിഞ്ഞ് യാത്രക്കാർ കുറഞ്ഞതും ഇന്ത്യ ഒമാൻ റൂട്ടിൽ നിരക്ക് കുറയാൻ കാരണമായിട്ടുണ്ട്. ഒമാനിൽ നിന്നുള്ള സർവീസുകൾക്ക് നിലവിൽ സമീപകാലത്തെ ഏറ്റവും ചീപ്പ് നിരക്കാണ് ഈടാക്കുന്നതെന്ന് ഏജന്റുമാർ പറയുന്നു. ഓഫ് സീസൺ പരിഗണിച്ച് സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസും ഒമാൻ എയറും ഇൻഡിഗോയും കുറഞ്ഞ നിരക്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് 24 റിയാലിന് വരെ സലാം എയറിന്റെ ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് വെബ്സൈറ്റിലെ ഡാറ്റകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഈ സർവീസ് ഉപയോഗിക്കുന്നവർക്ക് 5 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമാണ് അനുവദിക്കുക. ഇതേ റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ 27 റിയാൽ മതി. കൂടാതെ 7 കിലോ ഹാൻഡ് ബാഗും 20 കിലോ ബാഗേജ് കൊണ്ടുപോകാനും സാധിക്കും. കൊച്ചിയിലേക്ക് 29 റിയാലും തിരുവനന്തപുരത്തേക്ക് 36 റിയാലും കണ്ണൂരിലേക്ക് 35 റിയാലിനും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സർവീസ് പ്രൊവൈഡർമാരായ ഇൻഡിഗോയും ഈ റൂട്ടിൽ കുറഞ്ഞ നിരക്കിന് സർവീസ് നടത്തുന്നുണ്ട്. ഇതേ റൂട്ടിൽ ഏറെക്കുറെ സമാനമായ നിരക്കാണ് ഇൻഡിഗോയും ഈടാക്കുന്നത്. മുൻനിര കമ്പനിയായ ഒമാൻ എയറും പതിവിൽ നിന്നും വ്യത്യസ്തമായി നിരക്ക് കുറച്ചിട്ടുണ്ട്. അതേസമയം നിരക്ക് ഇളവ് റമസാൻ പകുതി വരെ തുടരാൻ സാധ്യതയുണ്ട്. അധാർമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നും നിരവധി സ്ത്രീകളെയും പുരുഷന്മാരെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോഷർ വിലായത്തിൽ നിന്നാണ് വിവിധ രാജ്യക്കാരായ ഒരു കൂട്ടം സ്ത്രീകളെയും പുരുഷന്മാരെയും ബോഷർ സ്പെഷ്യൽ ടാസ്ക് പോലീസ് കമാൻഡ് പിടികൂടിയത്. അറസ്റ്റിലായവർ ഏഷ്യൻ വംശജരാണെന്നും പ്രതികൾ ഒമാൻ താമസ നിയമം ലംഘിച്ചതായും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. താമസക്കാർക്ക് ജീവിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യമായി ഒമാൻ. ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഗൾഫ് രാജ്യം UAE ആണെന്നും 2025 ജീവിത ചെലവ് സൂചിക വ്യക്തമാക്കുന്നു. തൊട്ടു പിന്നാലെ ബഹ്റൈനും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിങ്ങനെയാണ് പട്ടിക. ശരാശരി വാടക, പലചരക്ക് സാധനങ്ങളുടെ വിലകൾ, റെസ്റ്റോറന്റ് വിലകൾ, പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി, ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ തന്നെ UAE 1-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 30-ാം സ്ഥാനത്തുമാണ്. ശരാശരി 54.1 പോയിന്റുമായാണ് ഏറ്റവും ചെലവ് കൂടിയ രാജ്യമായി UAE മേഖലയിൽ ഒന്നാമതെത്തിയത്. 48.3 പോയിന്റുമായി ബഹ്റൈൻ ഗൾഫ് മേഖലയിൽ 2-ാം സ്ഥാനത്തും അറബ് ലോകത്ത് 3-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 38-ാം സ്ഥാനത്തുമാണ്. ബോഷർ ബ്ലഡ് ബാങ്കിൽ പ്ലാസ്മ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അധികൃതർ അറിയിച്ചു. നിരവധി രോഗികൾക്കാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട പ്ലാസ്മ ആവശ്യമായി വന്നിരിക്കുന്നത്. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമായിട്ടുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ വാഹനത്തിന് തീപിടിച്ചു. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീയണച്ചത്.
അതേസമയം സംഭവത്തിൽ പരിക്കുകളോ ആളപായങ്ങളൊന്നോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യത്തെ റോഡുകളിൽ വിവിധ കാരണങ്ങളാൽ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.